നമസ്കാരം. കേരളത്തിൽ അധികം ചർച്ച ചെയ്യാത്ത ഒരു വാർത്തയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഉത്തർപ്രദേശിലെ സഹറാൻപൂരിൽ പ്രവർത്തിക്കുന്ന ദക്ഷിണ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഇസ്ലാമിക മതപഠന കേന്ദ്രമായ ദാറുൽ ഉലൂം ദിയോബന്ദ് എന്ന് പറയുന്ന പഠന കേന്ദ്രം അതൊരു വലിയ വിവാദത്തിലേക്ക് കൂപ്പുകുത്തി വീണിരിക്കുകയാണ്. വിവാദം മാത്രമല്ല, നിയമ നടപടിയും പിന്നാലെ വരുന്നുണ്ട് എന്നാണ് വിവരം. വിഷയം മറ്റൊന്നുമല്ല, ഈ ദിയോബന്ദ് എന്ന് പറയുന്ന ഇസ്ലാമിക സെമിനാരി അവിടെ പഠിക്കുന്ന കുട്ടികളിൽ വർഗീയ വിഷവും ദേശവിരുദ്ധ വികാരവും കുത്തി നിറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നതാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഒരു ഗവൺമെൻറ് ഏജൻസി തന്നെയാണ്. കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ കൗൺസിൽ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്ന NCPCR എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ഈ ദിയോബന്ദ് സർവകലാശാലയ്ക്കെതിരെ നിയമ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. അവരുടെ അധികാരം ഉപയോഗിച്ച് അവർ ഉത്തർപ്രദേശിലെ സർക്കാരിനോട് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉത്തർപ്രദേശ് സർക്കാരിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ ദിയോബന്ദ് സന്ദർശിക്കുകയും അവിടെ നിന്ന് നിയമ നടപടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 75 ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ സെക്ഷൻ 75 പ്രകാരമാണ് കേസെടുക്കുന്നതെന്നാണ് അറിയുന്നത്. മറ്റ് വകുപ്പുകൾ, ക്രിമിനൽ ലോ പ്രകാരമുള്ള മറ്റ് വകുപ്പുകൾ, ദേശവിരുദ്ധതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഡീൽ ചെയ്യുന്ന വകുപ്പുകൾ കൂടി ഈ ഇസ്ലാമിക പഠന കേന്ദ്രത്തിനെതിരെ വരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. എന്താണ് ഈ കേസിന് ആധാരം? എന്താണ് അവർ ചെയ്തത് മറ്റൊന്നുമല്ല, നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും ഗസ്വേ ഹിന്ദ് എന്ന് പറയുന്ന ഒരു പദപ്രയോഗം. ഈ പദപ്രയോഗം എന്താണ്? ഈ പദപ്രയോഗത്തിനർത്ഥം മറ്റൊന്നുമല്ല, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നടത്തേണ്ട വിശുദ്ധ യുദ്ധമാണ്. ഖുറാനോളം പഴക്കമുണ്ട് ഈ പറയുന്ന പദപ്രയോഗത്തിനെന്ന് പലരും പറയുന്നു. അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഉണ്ട് എന്നും പറയുന്നുണ്ട്. എന്നാൽ ചില ഇസ്ലാമിക പണ്ഡിതരൊക്കെ പറയുന്നത് ഇത് തെറ്റാണ്, ഇത് തെറ്റായ വ്യാഖ്യാനമാണ് എന്നൊക്കെയാണ്. എന്തായാലും ഈ ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ഭാരത ഉപഭൂഖണ്ഡത്തെ ഇസ്ലാമവൽക്കരിക്കുക, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ മുതൽ ബർമ്മ വരെ നീണ്ടു നിൽക്കുന്ന വിശാലമായ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ഇവിടെ വിശുദ്ധ യുദ്ധത്തിലൂടെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഈ വിശുദ്ധ യുദ്ധം എന്നിവർ വിളിക്കുന്ന ഈ അക്രമത്തെ സാധൂകരിക്കുന്ന ചില പരാമർശങ്ങളും ഈ അക്രമത്തെ വിശുദ്ധവൽക്കരിക്കുന്ന ചില പരാമർശങ്ങളുമൊക്കെ ഈ ദാറുൽ ഉലൂം ദിയോബന്ദ് ഇസ്ലാമിക സെമിനാരിയുടെ വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിശുദ്ധ യുദ്ധത്തെക്കുറിച്ച് ഇസ്ലാമിക ടെക്സ്റ്റുകളിലോ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഭാരതത്തിൽ നടക്കുന്ന എല്ലാ തീവ്രവാദി ആക്രമണങ്ങളെയും, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ചെയ്യുന്ന എല്ലാ ആക്രമണങ്ങളെയും, ഈവൻ പാകിസ്ഥാനിൽ പോലും പ്രവർത്തിക്കുന്ന ഇസ്ലാമിക സംഘടനകളുടെ അക്രമങ്ങളെയും ഒക്കെ അവർ ന്യായീകരിക്കുന്നത് ഈ ഒരു പദപ്രയോഗം കൊണ്ടാണ്. എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ തന്നെ ഭാരതത്തിൽ നടന്ന ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കിയ വലിയ അധിനിവേശങ്ങൾ, നമ്മളുടെ ക്ഷേത്രങ്ങൾ തകർത്ത, നമ്മളുടെ സർവകലാശാലകൾ തകർത്ത, ലക്ഷക്കണക്കിന് ജനങ്ങളെ മതം മാറ്റിയ അധിനിവേശങ്ങൾ, ഈ അധിനിവേശങ്ങളെല്ലാം ഈ വിശുദ്ധ യുദ്ധത്തിൻ്റെ മറവിലാണ് ന്യായീകരിക്കപ്പെടുന്നത്. അതൊരു പരമമായ സത്യമാണ്. എന്തിന്? ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും 2001 മാർച്ചിൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ആദ്യമായി ഭരണം ഏറ്റെടുത്തപ്പോൾ മനുഷ്യ ചരിത്രത്തിൻ്റെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള പ്രതീകങ്ങളായ ബാമിയാൻ ബുദ്ധന്മാരെ ഡൈനാമിറ്റ് വെച്ച് തകർത്ത കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. അതും ഈ വിശുദ്ധ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ന്യായീകരിച്ചത്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഭാരതത്തിൽ ഇസ്ലാമിക തീവ്രവാദം ഉയർത്തുന്ന ഭീഷണികൾ പോലും ഈ ഒരു പറയുന്ന പദപ്രയോഗത്തിൻ്റെ ന്യായീകരണത്തിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അങ്ങനെയുള്ള ഒരു വിശുദ്ധ യുദ്ധം എന്നുള്ള ഒരു അക്രമത്തെ ഇവർ ഈ പറയുന്ന 2024 ഭാരതത്തിൽ, അതും ഉത്തർപ്രദേശിൽ പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക സെമിനാരിയുടെ വെബ്സൈറ്റിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം മറ്റെന്താണ്? അത് എന്തുകൊണ്ടാണ് അതങ്ങനെ തന്നെ നിന്നത് എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. പക്ഷേ ഇസ്ലാമിക സർവകലാശാലയുടെ ഈ പറയുന്ന ദാറുൽ ഉലൂം ദിയോബന്ദിൻ്റെ അവരുടെ വിശദീകരണത്തിൽ അവർ പറയുന്നത് ഇത് 2008 മുതൽ ഉള്ളതാണ്, ആ വെബ്സൈറ്റിൽ ഉള്ളതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പോഴാണോ പറയുന്നത്? ഇത് തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് BJP സർക്കാർ ഉണ്ടാക്കുന്ന ഒരു പുകിലാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിന് ചോദ്യം മറ്റൊന്നുമല്ല, 2008 മുതൽ 2024 വരെ ഈ പറയുന്ന പരാമർശങ്ങളും ഇതിനെ ഈ പറയുന്ന ഗസ്വേ ഹിന്ദിനെ സാധൂകരിക്കുന്ന, ന്യായീകരിക്കുന്ന
ന്യായീകരിക്കുന്ന പരാമർശങ്ങൾ ഈ വെബ്സൈറ്റിൽ വെച്ചതിന് വേറെ കേസല്ലേ എടുക്കേണ്ടത് എന്നുള്ളതാണ് മറുചോദ്യം. എന്തായാലും ഇതൊരു വലിയ വിഷയമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിഷയം ഈ ദിയോബന്ദ് ഇസ്ലാമിക പഠന കേന്ദ്രത്തിൻ്റെ പേരിൽ വരുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ദിയോബന്ദ്? ഇതിനൊരു വലിയ ചരിത്രമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1856 സ്ഥാപിക്കപ്പെട്ട ഇസ്ലാമിക പഠന കേന്ദ്രമാണ് ഉത്തർപ്രദേശിലെ സഹറൻപൂരിൽ ഉള്ളത്. ഈ ദിയോബന്ദ് എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിനുള്ളിലെ ഒരു നവോത്ഥാന നവീകരണ പ്രസ്ഥാനമായി, സുന്നി ഇസ്ലാമിലെ നവീകരണ പ്രസ്ഥാനമായി വന്നതുമാണ്. പക്ഷേ അവർക്ക് പലപ്പോഴും ഇസ്ലാമിക തീവ്രവാദി സംഘടനകളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അന്തർധാര വളരെ സജീവമാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. പ്രത്യേകിച്ച് താലിബാൻ, അൽ ഖ്വയ്ദ പോലെയുള്ള പ്രസ്ഥാനങ്ങളുമായി. ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന ആഗോള ഭീകര സംഘടന ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ വിഷം ലോകം മുഴുവൻ നിറയ്ക്കുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് താലിബാനും അൽ ഖ്വയ്ദയും ഒക്കെയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിനെ ദിയോബന്ദ് ഇസ്ലാമിക പഠന കേന്ദ്രം തള്ളി പറഞ്ഞിട്ടുണ്ട്. അവർക്കെതിരെ പ്രസ്താവനയും മറ്റും ഇറക്കിയിട്ടുണ്ട്. പക്ഷേ താലിബാനെതിരെയോ അൽ ഖ്വയ്ദയ്ക്കെതിരെയോ അവർ ഒരിക്കലും അത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, താലിബാൻ്റെയും അൽ ഖ്വയ്ദയുടെയും ഒക്കെ ആശയപരമായ പ്രചോദനം ഈ ദിയോബന്ദിൽ നിന്നാണ് എന്ന് പോലും വിശ്വസിക്കുന്നവരുണ്ട്. കാരണം താലിബാൻ്റെ സ്ഥാപകനായ മുള്ള ഒമർ അയാൾ പഠിച്ചതുപോലും ദിയോബന്ദിൻ്റെ പാകിസ്ഥാൻ കേന്ദ്രത്തിലാണ് എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, താലിബാൻ്റെ പല പ്രവർത്തികളും അവർ കാണുന്നതും അല്ലെങ്കിൽ അവർ ചെയ്യുന്നതുമൊക്കെ ഈ ദിയോബന്ദ് പഠന കേന്ദ്രത്തിൽ നിന്നുള്ള ആശയങ്ങളാൽ അവർ പ്രചോദിതരാണ് എന്ന് അവർ തന്നെ അവകാശപ്പെട്ടിട്ടുമുണ്ട്. തിരിച്ചും അങ്ങോട്ടും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. രണ്ട് സംഭവങ്ങൾ പറയാം. ഒന്ന്, നേരത്തെ ഞാൻ പറഞ്ഞ ബാമിയാൻ ബുദ്ധന്മാരുടെ കാര്യത്തിലാണ്. ഈ ബാമിയാൻ ബുദ്ധന്മാരുടെ സംഭവം ഉണ്ടായപ്പോൾ താലിബാൻ ചെയ്ത നടപടിയെ പൂർണ്ണമായി സാധൂകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും പ്രശംസിക്കുകയുമാണ് ഉത്തർപ്രദേശിൽ പ്രവർത്തിക്കുന്ന ഈ ഇസ്ലാമിക പഠന കേന്ദ്രം ചെയ്തത്. എന്ന് മാത്രമല്ല, താലിബാൻ അഫ്ഗാനിസ്ഥാൻ കീഴടക്കിയപ്പോൾ, ഈ രണ്ടാം വട്ടം അഫ്ഗാനിസ്ഥാൻ കീഴടക്കിയപ്പോൾ അർഷദ് മദനി എന്ന ഈ ദിയോബന്ദിൻ്റെ പ്രിൻസിപ്പൽ അയാൾ നേരിട്ട് തന്നെ അല്ലെങ്കിൽ അയാൾ പരസ്യ പ്രസ്താവനയിലൂടെ തന്നെ താലിബാനെ അംഗീകരിക്കുകയും താലിബാനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. അവരുടെ ഭരണമാറ്റത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്ന് മാത്രമല്ല, വളരെ വിവാദപരമായ ഒരു പ്രസ്താവനയും അയാൾ ആ സമയത്ത് ഇറക്കി. അയാൾ പറഞ്ഞത് താലിബാൻ ടെററിസ്റ്റുകളാണെങ്കിൽ ഗാന്ധിയും നെഹ്റുവും തീവ്രവാദികളാണ് എന്നുള്ള ഒരു വിവാദ പ്രസ്താവനയും ഈ മദനി ആ സമയത്ത് ഇറക്കുകയുണ്ടായി. പക്ഷേ നമുക്കറിയാമല്ലോ, ചിലരൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ഏറ്റുപിടിക്കാനോ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനോ നമ്മുടെ നാട് തയ്യാറല്ല. അങ്ങനെയാണല്ലോ നമ്മളുടെ മതേതരത്വത്തിൻ്റെ ഒരു സെറ്റപ്പ്. ആ മതേതരത്വത്തിൻ്റെയും ഹിന്ദുക്കളുടെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെയും മനസ്സറിഞ്ഞുകൊണ്ട് അതിനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അതിനെ കൃത്യമായി ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇതുപോലെയുള്ള സർവകലാശാലകളൊക്കെ ഭാരതത്തിൽ ഇത്രയും കാലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പഠിക്കുന്ന കുട്ടികൾ ഈ പറയുന്ന ലോകമെമ്പാടും നടക്കുന്ന നവീകരണവും ലോകമെമ്പാടും നടക്കുന്ന പുരോഗമനവും ഭാരതത്തിൻ്റെ തന്നെ വളർച്ചയും ഒന്നും അറിയാതെ മതവിദ്വേഷത്തിൻ്റെയും അന്യമത ദ്വേഷത്തിൻ്റെയും ഒക്കെ വിത്തുകളാണ് ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പാകുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ നാഷണൽ കൗൺസിൽ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്ന ഗവൺമെൻറ് ബോഡി തന്നെ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഞാൻ ആദ്യം താലിബാൻ്റെ കാര്യം പറഞ്ഞു. വിട്ടുപോയ ഒരു കാര്യം അൽ ഖ്വയ്ദ എന്ന് പറയുന്ന തീവ്രവാദി പ്രസ്ഥാനത്തിൻ്റെയാണ്. അൽ ഖ്വയ്ദയെ നമുക്കെല്ലാവർക്കും അറിയാം. 9/11 അമേരിക്കൻ അറ്റാക്കിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ്. എന്ന് മാത്രമല്ല, അവർക്കും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് വേണ്ടി ഒരു പ്രത്യേക വിഭാഗമുണ്ട്. AQIS എന്നാണ് പറയുന്നത്. അൽ ഖ്വയ്ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്നാണ് പറയുന്നത്. ഈ സംഘടനയുടെ പിന്നിലും അല്ലെങ്കിൽ അവർക്കും പ്രചോദനം നൽകുന്നത് ഇതേ ദിയോബന്ദ് പ്രസ്ഥാനമാണ് എന്ന് ആരോപണമുണ്ട്. അതിനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ AQISൻ്റെ മെയ് 2022 അവരുടെ മാസികയിൽ അവർ കൃത്യമായി ഭാരതത്തിലെ മുസ്ലിങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഭാരതത്തിലെ മുസ്ലിങ്ങൾക്ക് ഇതുവരെ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഈ സെക്യുലറിസവും മതേതരത്വവും ഡെമോക്രസിയും ജനാധിപത്യവും ഒക്കെ വിട്ടിട്ട് ഇസ്ലാമിൻ്റെ വിശുദ്ധ യുദ്ധത്തിൻ്റെ വഴിയെ വരണമെന്ന് മെയ് 22 തന്നെ ഈ AQIS പറഞ്ഞിട്ടുണ്ട്. ഇവരെയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിയോബന്ദ് പ്രസ്ഥാനം സപ്പോർട്ട് ചെയ്യുന്നത്, വിശുദ്ധവൽക്കരിക്കുന്നത് എന്നുള്ളതാണ് അതിലെ സങ്കടം. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ ജനുവരി 2023 കഴിഞ്ഞ വർഷം ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നിറഞ്ഞപ്പോൾ ഇതേ AQIS പറഞ്ഞത് മറ്റൊന്നുമല്ല,
അവർ ബാബറി മസ്ജിദ് തകർത്ത് ക്ഷേത്രം വെച്ചാൽ ക്ഷേത്രം തകർത്ത് ഞങ്ങൾ ബാബറി മസ്ജിദ് വെക്കുമെന്നാണ് അവർ പറഞ്ഞത്. ഇതുതന്നെയാണ് അവരുടെ നിലപാടും. ഇങ്ങനെയുള്ള സംഘടനകളെയൊക്കെയാണ് ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക മത പഠന കേന്ദ്രം സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ആശയപരമായ സോഴ്സായി മാറുന്നത് എന്ന് പറയുമ്പോൾ എത്ര വലിയ അപകടമാണ് ഇത്തരം പ്രസ്ഥാനങ്ങളും ഇത്തരം ചിന്താരീതികളും ഇത്തരം പഠന രീതികളും നമ്മളുടെ രാജ്യത്തെ, നമ്മളുടെ സമൂഹത്തിലെ, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാക്കുന്നത്, എത്ര വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ പറയുന്ന ദിയോബന്ദ് പ്രസ്ഥാനത്തിനെതിരെ നടക്കുന്ന നിയമ നടപടികൾ. ആ വെബ്സൈറ്റ് ഇപ്പോൾ കാണാനില്ല. വെബ്സൈറ്റ് ഇങ്ങനെ ഒരു വിവാദം വന്നപ്പോൾ തന്നെ അവർ ഡൗൺ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. പക്ഷേ 2008 മുതൽ അവർ പറയുന്നത് ഇത് മുഹമ്മദ് ബിൻ കാസിം എന്ന് പറയുന്ന ഒരു അധിനിവേശക്കാരനായ ഇസ്ലാമിക തീവ്രവാദി, അയാൾ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ നടത്തിയ വിശുദ്ധ യുദ്ധത്തിൻ്റെ പരാമർശങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഗസ്വേ ഹിന്ദ് പരാമർശങ്ങൾ വന്നതെന്നാണ് സർവകലാശാല പറയുന്നത്. പക്ഷേ അത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഇന്ത്യയിൽ വിശുദ്ധ യുദ്ധം നടത്തണമെന്നുള്ള ഒരു പരാമർശം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു പഠന കേന്ദ്രത്തിൻ്റെ, അത് ഏത് പഠന കേന്ദ്രവും ആയിക്കോട്ടെ, അതിൻ്റെ വെബ്സൈറ്റിൽ കിടക്കുക എന്ന് പറയുന്നത് അത് രാജ്യദ്രോഹ പ്രവർത്തനത്തിൽ ഒട്ടും കുറഞ്ഞ ഒന്നല്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. നമസ്കാരം.